ആറ്റിങ്ങലിലേക്ക് കൂടി നമുക്ക് പോകാം. ഏറ്റവും പുതിയ വിവരങ്ങൾ മത്സരക്കളത്തിൽ നിന്നും അമൽ തേനമ്പറമ്പിൽ നൽകും. അമൽ, എന്താണ് അമലിന്റെ ഒരു കാൽക്കുലേഷൻ എന്താണ്? കാരണം എക്സിറ്റ് പോൾ ഒക്കെ ഉണ്ട്, പിന്നെ നല്ലൊരു ഇലക്ഷൻ മാനേജറാണ് അടൂർ പ്രകാശ്. ആ കഴിഞ്ഞ തവണത്തെ ആ ഒരു മാനേജിങ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കണ്ടുവോ? എത്രത്തോളം ഒരു ആത്മവിശ്വാസം അടൂർ പ്രകാശുമായിട്ട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്? ഒപ്പം ജില്ലാ സെക്രട്ടറിയാണ് CPM മത്സരിക്കുന്നത്, ജോയിയാണ്. അപ്പോൾ പാർട്ടി പ്രവർത്തകർ ഒന്നടങ്കം അവിടെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുരളീധരൻ BJPയുടെ മുതിർന്ന നേതാവ്. എങ്ങനെയാണ് അവിടുത്തെ കണക്കുകൂട്ടലുകൾ അമൽ? മണ്ഡലത്തിന്റെ ഒരു പൊതു സ്വഭാവം പരിശോധിച്ചാൽ CPM-ന് അല്ലെങ്കിൽ LDF-ന് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. പക്ഷേ ആ ആറ്റിങ്ങലിൽ തുടർച്ചയായി 2 തവണ വിജയിച്ച സമ്പത്തിനെ പരാജയപ്പെടുത്തിയാണ് കഴിഞ്ഞ തവണ അടൂരിന്റെ പ്രകാശായിരുന്നു. പക്ഷേ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തൊട്ട് ഇങ്ങോട്ട് അത് ആറ്റിങ്ങലിന്റെ പ്രകാശം എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. അവർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അതിന് കൃത്യമായ കണക്കുകൾ അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വെച്ച് താരതമ്യം ചെയ്ത് പറയുകയും ചെയ്യുന്നുണ്ട്. ചിറയൻകീഴും അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ അടക്കമുള്ള ചില മണ്ഡലങ്ങളിൽ, കാട്ടാക്കട അടക്കമുള്ള മേഖലകളിൽ പുറകെ പോയാൽ പോലും മറ്റ് മലയോര മേഖലകളിലെല്ലാം തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ലീഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതിന് ഈ പറയുന്ന മണ്ഡലങ്ങളിലെ ഇടത് മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷത്തെ മറ്റ് മണ്ഡലങ്ങൾ കൊണ്ട് മറികടക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് എന്തായാലും UDF ക്യാമ്പ് പങ്കുവയ്ക്കുന്നത്. ആത്മവിശ്വാസത്തിന് അവർക്ക് കുറവൊന്നുമില്ല. പ്രത്യേകിച്ചും ആ കോസ്റ്റൽ ബെൽറ്റ്, തീരദേശ മേഖലയിലുള്ള ന്യൂനപക്ഷ വോട്ടുകൾ അനുകൂലമായിട്ടുണ്ട്. അത് പൂർണ്ണമായും അനുകൂലമായിട്ടുണ്ട് എന്നുള്ളതാണ് അടൂർ പ്രകാശിന്റെ കണക്കുകൂട്ടൽ. എങ്ങനെ വന്നാലും ഒരു 40,000-ന് മുകളിൽ വോട്ടിന് ജയിക്കാനാകുമെന്ന പ്രതീക്ഷ UDF ക്യാമ്പ് പങ്കുവയ്ക്കുമ്പോൾ ഒരു കാരണവശാലും അത് ഉണ്ടാകില്ല എന്നുള്ളതാണ് LDF ക്യാമ്പിന്റെ പ്രതീക്ഷ. അവരുടെ കണക്കുകൂട്ടൽ അനുസരിച്ച് ഏറ്റവും കുറഞ്ഞത് 25,000 വോട്ടിനെങ്കിലും ജയിക്കുമെന്ന പ്രതീക്ഷ അവരും പങ്കുവയ്ക്കുന്നു. അതിന് കൃത്യമായി തന്നെയുള്ള കാരണങ്ങളുമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇടത് ശക്തി കേന്ദ്രങ്ങളായ നിയമസഭാ മണ്ഡലങ്ങളാണ് അവിടെയുള്ളതിൽ ഭൂരിഭാഗവും. അതിൽ അരുവിക്കര പോലെയുള്ള മണ്ഡലങ്ങളും കാട്ടാക്കടയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ മണ്ഡലങ്ങളെല്ലാം ഇടതുപക്ഷത്തിന്റെ കൈവശം ഇരിക്കുന്ന മണ്ഡലങ്ങളാണ്. അരുവിക്കരയിലൊക്കെ കഴിഞ്ഞ തവണ സ്റ്റീഫൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തതാണ്. അങ്ങനെയുള്ള മണ്ഡലമാണ്. പക്ഷേ ആ മണ്ഡലത്തിന്റെ ഒരു താഴെത്തട്ടിലെ സ്വഭാവം കഴിഞ്ഞ കുറെ കാലമായി UDF അനുകൂലമൊക്കെ ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ അതിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. മാത്രമല്ല അവിടുത്തെ ക്രിസ്ത്യൻ വോട്ടുകൾ ഏത് തരത്തിൽ വിഭജിച്ച് പോയിട്ടുണ്ട് എന്നുള്ളതും ഈ ജാതി തിരിച്ച് മതം തിരിച്ചുള്ള കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ മുന്നണികൾക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കൃത്യമായ പോളറൈസേഷൻ ആ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്, കമ്മ്യൂണൽ പോളറൈസേഷൻ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ അത് ഏത് തരത്തിലാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രതികരണം ഉണ്ടായത് ജോയിയുടെ ഭാഗത്തു നിന്നുമാണ്. ജോയി പറഞ്ഞത് ചില മത സംഘടനകളുടെ ഭാഗത്തു നിന്നും തനിക്കെതിരെ അവസാന നിമിഷം ചില നീക്കങ്ങൾ ഉണ്ടായി എന്നുള്ളത് ജോയി പറഞ്ഞു വെക്കുമ്പോൾ ചെറിയൊരു ആശങ്ക ഇടത് ക്യാമ്പിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ ഇപ്പോഴും ഇടത് ക്യാമ്പും പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. കഴിഞ്ഞ തവണ അപ്രതീക്ഷിത മുന്നേറ്റം BJP നടത്തിയ ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. 2,48,000 വോട്ട്, അതായത് 2014 തിരഞ്ഞെടുപ്പിൽ അവിടെ BJPക്ക് ഉണ്ടായിരുന്ന വോട്ട് വിഹിതം എന്ന് പറയുന്നത് വെറും 10%. 96,000 വോട്ടായിരുന്നുവെങ്കിൽ അത് ശോഭാ സുരേന്ദ്രൻ എന്ന അവരുടെ ഏറ്റവും സൂപ്പർ കാൻഡിഡേറ്റ് ഇവിടേക്ക് വന്നിറങ്ങി പിടിച്ചെടുത്ത വോട്ട് എന്ന് പറയുന്നത് 24%. വലിയ വർധന, 14% വർധന. ആ വോട്ട് പോയത് 2,48,000-ലേക്കാണ്. അവിടെ നിന്നും അടൂർ പ്രകാശുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 1.5 ലക്ഷം വോട്ട് മാത്രമായിരുന്നു. ആ ഒരു 1.5 ലക്ഷം വോട്ട് കൂടി കൂടുതൽ പിടിക്കാനായാൽ വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ മുരളീധരൻ ക്യാമ്പ് പങ്കുവയ്ക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ആ മണ്ഡലത്തിലെ മത്സരം അടൂർ പ്രകാശും അതോടൊപ്പം തന്നെ മുരളീധരൻ തമ്മിലായിരുന്നു. മുരളീധരൻ കഴിഞ്ഞ കുറെ കാലമായി അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ അത്ര വലിയൊരു വോട്ട് വിഹിതം നേടിയതിനു ശേഷം BJPക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമായി ആറ്റിങ്ങൽ മാറിയിരുന്നു. അതിനുശേഷം മുരളീധരൻ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. പക്ഷേ തിരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ ദേശീയ എക്സിറ്റ് പോളുകളൊക്കെ വരുമ്പോൾ അവിടെ BJPക്ക് 3 സീറ്റ് പ്രവചിപ്പിക്കപ്പെടുന്ന എക്സിറ്റ് പോളിൽ അവിടെ ആറ്റിങ്ങലാണ് വരുന്നത് എന്ന പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ തവണ 38,247 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അടൂർ പ്രകാശ്. ഒരുപക്ഷെ സംസ്ഥാനത്തെ അന്നത്തെ ഈ ഭൂരിപക്ഷ കണക്കൊക്കെ നോക്കുമ്പോൾ താരതമ്യേന കുറവാണ്. അത് ഷിഫ്റ്റ് ചെയ്യുക എന്നത് സംബന്ധിച്ചോളം CPM-നെ സംബന്ധിച്ചോളം വലിയ വെല്ലുവിളിയല്ല. കാരണം അടിവേരുകൾ ഇപ്പോഴുമുള്ള ഒരു മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങലിനെ സംബന്ധിച്ചോളം CPM-ന്. അത് ഇത്തവണ ചരിയുമോ, പിടിച്ചെടുക്കുമോ ആറ്റിങ്ങൽ? ജോയി ആകുമോ ജോയി എന്നൊക്കെ നമുക്ക് എന്തായാലും അറിയാൻ ഈ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ.